കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലും CSR ഫണ്ടിന്റെ പേരിൽ കോടികൾ തട്ടി. നിർണായക വിവരങ്ങൾ ന്യൂസ് 18. കോയമ്പത്തൂരിലും മധുരയിലും പുതുച്ചേരിയിലും സമ്മിറ്റുകൾ സംഘടിപ്പിച്ചു. പണം നഷ്ടമായവരിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കേരള കോൺഗ്രസ് LDFിൽ ഉറച്ചു തന്നെ. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ MLAമാർ റോഷിക്കൊപ്പം. മുന്നണി മാറ്റം തുറക്കാത്ത പുസ്തകമെന്ന് ജോസ് കെ മാണി. അത് ഒരിക്കലും തുറക്കാത്ത ഒരു അധ്യായമല്ലേ, ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകമല്ലേ. അതുകൊണ്ട് അതിനെ പറ്റി എന്തിനാ ചർച്ച ചെയ്യുന്നത്? ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ട് അടച്ചോടും. സമവായ ചർച്ചകളിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടില്ലെന്ന് റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കാലത്തെ ദേവസ്വം ബോർഡിന് കുരുക്ക്. 2017 വാജിവാഹനം കൈമാറിയത് ചട്ടങ്ങൾ ലംഘിച്ച്. വാജിവാഹനം ദേവസ്വം ബോർഡ് സ്വത്തെന്ന് കാട്ടി 2012 ഇറക്കിയ ഉത്തരവ് ലംഘിച്ചു. കൈമാറിയത് കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരിക്കെ. ദേവസ്വം ബോർഡ് സ്വത്തെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത്. G സുധാകരനും തോമസ് ഐസക്കും EP ജയരാജനും മത്സരിക്കണമെന്ന് CPM. KK ശൈലജയും മത്സരിച്ചേക്കും. ടേം വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കേന്ദ്ര കമ്മിറ്റി യോഗം തുടരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി പോരാട്ടം മുറുകുന്നു. കോഴിക്കോടും കണ്ണൂരും തൃശൂരും ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ. ഇറാനോട് മയപ്പെട്ട അമേരിക്ക. ഉടൻ ആക്രമണം ഉണ്ടാകില്ലെന്ന് ട്രംപ്. നിലപാട് മാറ്റം ഇസ്രായേലിന്റെ താൽപര്യപ്രകാരമെന്ന സൂചന. പ്രതിഷേധക്കാരുടെ വധശിക്ഷ മരവിപ്പിച്ച് ഇറാനും.